ഹലോ, ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ. രാത്രിയിൽ കഞ്ഞിയാണ് സ്റ്റൗവിലിരിക്കുന്നത്. രാത്രിയിലത്തേക്ക് ചേട്ടായിക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. ചേട്ടായിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു, അങ്ങനെ കഞ്ഞി ഉണ്ടാക്കുകയാണ്. ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ഇവിടെ ഒരാൾക്ക് ഇപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരാഗ്രഹം പറഞ്ഞത്. അപ്പോൾ അതിനു വേണ്ടി മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കും. സ്പൂൺ കൊണ്ട് തന്നെ അങ്ങ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് എഗ് ബീറ്ററൊന്നുമില്ല, അതുകൊണ്ട് ഞാനെന്നും സ്പൂൺ കൊണ്ട് തന്നെയാണ് അടിക്കുന്നത്. നന്നായിട്ട് അങ്ങ് പതഞ്ഞ് വരുമൊന്നുമില്ല സ്പൂൺ കൊണ്ട് അടിക്കുമ്പോൾ. ഒന്നീ സ്പൂണ് അല്ലെ ഫോർക്ക് ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാലും കൂടെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഫ്രഞ്ച് ടോസ്റ്റ്. ഇത് മുട്ടയിലും പാലിലും ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എത്ര നേരം വേണമെങ്കിലും ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് കാരണം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബ്രെഡൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടം പോലെ കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്. ഷുഗറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഷുഗറോ സോൾട്ടോ ഒന്നും ചേർക്കുന്നില്ല. ചിലർ ഉപ്പിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഉപ്പൊന്നും ചേർക്കാറില്ല. അങ്ങനെ കഞ്ഞിയൊക്കെ വിസിലൊക്കെ വന്ന് വെന്തിട്ടുണ്ട്. കുക്കർ മാറ്റി വെച്ചിട്ട് ഞാൻ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ്, എൻ്റെ ലൈവിൻ്റെ സമയമാണ് കേട്ടോ. ഞാൻ ഇന്ന് ലൈവ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലൈവൊക്കെ കുറച്ച് വരികയാണ്. ഇപ്പോൾ ലൈവിൽ ആൾ അധികം ഉണ്ടാവില്ല. ഞാനും വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. അത് കാരണം ഞാൻ ലൈവൊക്കെ അങ്ങ് കുറച്ചുകൊണ്ട് വരികയാണ്. ലൈവിൽ ആളില്ലെങ്കിൽ നമുക്ക് ലൈവിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ലല്ലോ. നമ്മുടെ മറ്റു ജോലികളൊന്നും നടക്കുകയില്ല. നമുക്ക് ആളില്ലെങ്കിൽ വാച്ച് അവർ കിട്ടുകയില്ല. അതുകൊണ്ട് ലൈവൊക്കെ കുറയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബ്രെഡൊക്കെ സോക്ക് ചെയ്ത് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോൾ നമ്മളത് തിരിച്ച് മറിച്ചിട്ട് ഇങ്ങെടുക്കും. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ മുഴുവൻ സബ്സ്ക്രൈബേഴ്സും മുഴുവൻ പോയിട്ട് പകുതി പേര് പോലും വീഡിയോസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് കാരണം എനിക്ക് വാച്ച് അവറൊക്കെ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം കയറിയ വാച്ച് അവർ മുഴുവൻ ഈ വർഷം ഇറങ്ങിപ്പോയി. അപ്പോൾ ഇനി പുതിയ വാച്ച് അവർ കയറണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം കാണുക കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് കേട്ടോ. ഞാൻ ബ്രെഡൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തൊരു ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അതൊരു 4 മണിക്ക് ചായയുടെ കൂടെ കിട്ടുവാണെങ്കിൽ സൂപ്പറായിരിക്കും. മഴയത്ത് ബ്രെഡ് ടോസ്റ്റും ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമാണ്.